ഡൽഹിയിൽ നിന്ന് ശരത്ലാൽ കൂടി ചേരുകയാണ്. ശരത്ലാൽ, എന്തായാലും ദേശീയ നേതാവാകാനാണ് ഇനി പി അൻവറിന്റെ നീക്കം. കാരണം ദേശീയ പാർട്ടിയിലേക്ക്, ഒരു ദേശീയ തലത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക്, പ്രത്യേകിച്ച് കോൺഗ്രസ് മാറി നിൽക്കട്ടെ, ഇന്ത്യ സഖ്യത്തിന്റെ ഒരു നേതൃത്വം ഞങ്ങൾ ഏറ്റെടുക്കാമെന്നൊക്കെ മമതാ ബാനർജി പ്രഖ്യാപിക്കുന്ന ഒരു സമയത്താണ് ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസിലേക്ക് ഉള്ള അൻവറിന്റെ പ്രവേശനം. രുചീഷ് പറഞ്ഞ പോലെ തന്നെ അൻവർ വളരെ ഒരു രാഷ്ട്രീയ ചതുരംഗത്തിൽ തന്നെയാണ് അൻവർ ചെയ്തത്. കഴിഞ്ഞ മാസം ഡൽഹിയിൽ 14 ദിവസം ഡൽഹിയിൽ കേരള ഹൗസിൽ താമസിച്ചുകൊണ്ടാണ് തൃണമൂലുമായി ചർച്ച നടത്തിയത്. കാരണം തൃണമൂലെ ചർച്ച നടത്തുന്ന ഒരു IAS ഉദ്യോഗസ്ഥൻ്റെ, അതായത് പ്രിൻസിപ്പൽ സെക്രട്ടറി മമതാ ബാനർജിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ IAS ഉദ്യോഗസ്ഥനെ ഉപയോഗിച്ചാണ് തൃണമൂലുമായി, അതായത് അഭിഷേക് ബാനർജിയുമായി ചർച്ച നടത്തിയത്. അഭിഷേക് ബാനർജി 2 തവണ ഡൽഹിയിൽ അൻവർ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അന്നേ തൃണമൂലുമായിട്ട് ഒരു യോജിപ്പുണ്ടാവുമെന്നൊരു സൂചന അൻവർ നമ്മളോട് തന്നെ പങ്കുവെച്ചതുമാണ്. എന്നാൽ ഇപ്പോൾ ഈ അഭിഷേക് ബാനർജി നേരിട്ട് തന്നെ തൃണമൂലിൻ്റെ പേജിൽ അൻവർ എന്ന MLAക്ക് അംഗത്വം നൽകിയായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇതിൽ നിയമവശങ്ങൾ ഉള്ളത് കൊണ്ടാണ്, അതായത് ഒരു കാരണവശാലും അൻവർ അല്ല ചേരുന്നത്. കാരണം ഒരു സ്വതന്ത്ര MLAക്ക് രാഷ്ട്രീയ പാർട്ടിയിൽ ചേരുന്നതിന് വളരെ പ്രധാനപ്പെട്ട നിയമ കുരുക്കുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ അൻവർ ചേരുന്നില്ല, അൻവറിന് അംഗത്വം തൃണമൂൽ നൽകുന്നു എന്നതാണ്. അതുകൊണ്ട് തന്നെ നിയമപരമായി അൻവറിന് ഇതിൽ ബാധ്യതയില്ല. എന്നാൽ അൻവർ നേരത്തെ തന്നെ നമ്മളോട് പങ്കുവച്ചിട്ടുണ്ട്. രുചീഷ് തൃണമൂലുമായി ചർച്ച നടത്തി കഴിഞ്ഞു. തൃണമൂലിൽ അൻവർ മാത്രമല്ല, നിലവിൽ ഇടുക്കിയിൽ നിന്നുള്ള രാജേന്ദ്രൻ അടക്കമുള്ള മുൻ MLAമാരുമായി ചർച്ച നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ 3 MLAമാർ, ആന്റണി രാജു അടക്കമുള്ള 3 MLAമാരുമായി നേരത്തെ അൻവർ ഇത് സംബന്ധിച്ച് ചർച്ച നടത്തിയിരുന്നു. ഇനി അടുത്ത ഘട്ടത്തിലേക്ക് തൃണമൂലിൻ്റെ സ്വാധീനം കേരളത്തിൽ വർദ്ധിപ്പിക്കാനുള്ള നീക്കം തന്നെ അൻവർ നടത്തിയേക്കാം. ഇപ്പോൾ അല്പം മുമ്പ് അൻവറുമായിട്ട് നമ്മൾ സംസാരിച്ചിരുന്നു. ഈ വാർത്ത വന്ന ശേഷം അൻവർ അംഗത്വം നൽകി എന്ന കാര്യം അൻവർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഡൽഹിയിൽ 14 ദിവസം നിന്ന് നടത്തിയ ചർച്ചയ്ക്കൊടുവിലാണ് ഇപ്പോൾ അൻവറിന് തൃണമൂൽ അംഗത്വം നൽകിയിരിക്കും. തൃണമൂൽ കോൺഗ്രസിൽ അംഗത്വം നൽകുക എന്നത് സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനെ ഒരു പ്രതിക്കൂട്ടിലാക്കുന്നുണ്ട്. കോൺഗ്രസിൽ ചേരാൻ അദ്ദേഹം, UDFിൽ ചേരാൻ അദ്ദേഹം വളരെ കൂടുതൽ ആഗ്രഹിച്ചിരുന്നു. ഇത് സംബന്ധിച്ച് ലീഗുമായി ചർച്ച ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസം പാണക്കാട് എത്തിയിട്ട് പാണക്കാട് തങ്ങളുമായി എത്തിയ ശേഷം താൻ തൃണമൂലിലേക്ക് പോകുകയാണെന്ന് പാണക്കാട് തങ്ങളെ ഔദ്യോഗികമായി തന്നെ അൻവർ അറിയിച്ചു എന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. ഏതായാലും UDFിലെ പ്രവേശനം VD സതീശനും അതേപോലെ തന്നെ കൊട്ടിയടിച്ച സാഹചര്യത്തിലാണ് അൻവർ സ്വന്തമായി തൃണമൂൽ വഴി എത്തുന്നു. ഇന്ത്യ ബ്ലോക്കിൻ്റെ ഭാഗമായി, UDFിൻ്റെ ഭാഗമായി തന്നെ, UDFിൻ്റെ ഭാഗമായി തന്നെ നിൽക്കും, അല്ലെങ്കിൽ UDFിൻ്റെ രാഷ്ട്രീയത്തെ തുറന്നു കാട്ടും എന്നാണ് അൻവറിൻ്റെ ഇപ്പോഴുള്ള നിലപാട്.